ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് വന്ന 6.1.1 അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇതിൽ കുറേ അധികം AI ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ കൂടെ ഒരു വലിയൊരു ബഗ് ക്യാമറയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ അപ്ഡേറ്റിൻ്റെ സൈസ് വരുന്നത് 2.7 GB ആണ്. ഇനി ഞാനിപ്പോൾ ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ ഫീച്ചേഴ്സ് ഇവിടെ എഡ്ജ് പാനലിൽ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ആദ്യം തന്നെ സെലക്ഷൻ ഫീച്ചർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തിൻ്റെ മേലെ വേണമെങ്കിലും ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ഇതേപോലെ സ്ക്രിബിൾ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അടിയിലായിട്ട് ആഡ് ടു നോട്ട് ഫീച്ചർ ഉണ്ട്. പിന്നെ കോപ്പി, ഷെയർ, ഡൗൺലോഡ്, ടെക്സ്റ്റ് സെലക്ഷൻ, പിന്നെ നമുക്ക് ഇതേപോലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ പിന്നിൻ്റെ ഓപ്ഷനും കാണാൻ പറ്റും. ഇനി ഏതെങ്കിലും ഇമേജിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെയിം ഓപ്ഷൻസ് ഉണ്ട്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആഡ് ടു നോട്ടും എഡിറ്റ് ഫീച്ചറും ഉണ്ട്. അതുപോലെ തന്നെ സ്കെച്ച് ടു ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഫീച്ചർ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ സ്കെച്ച് വരച്ച് ജനറേറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഈ കാണുന്ന സ്കെച്ച് ടു ഇമേജിൻ്റെ ഐക്കണാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. ഇത് വരയ്ക്കുന്നത് നമുക്ക് പെൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഫിംഗർ യൂസ് ചെയ്തിട്ടും വരയ്ക്കാൻ പറ്റും. വരച്ചതിന് ശേഷം നമുക്ക് അടിയിൽ വാട്ടർ കളർന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ഡിഫറൻറ്റ് ഓപ്ഷൻസിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. ആദ്യം തന്നെ ഞാൻ സ്കെച്ച് സെലക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ കുറച്ച് സ്കെച്ചസ് കാണാൻ പറ്റും. നമുക്ക് ടോട്ടൽ 4 ഡിഫറൻറ്റ് ജനറേഷൻസ് ആണ് കിട്ടുക. ഇവിടെ മുകളിൽ റീട്രൈ ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാൻ, പിന്നെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഷെയർ, ട്രാൻസ്പെറൻസി, മിനിമൈസ്, കോപ്പി ആൻഡ് സെറ്റിംഗ്സ് അവൈലബിൾ ആണ്. ഇനി ഞാൻ വേറെ ഒരെണ്ണം ഇതേപോലെ ഡ്രോ ചെയ്തിട്ട് വാട്ടർ കളറിൽ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. വാട്ടർ കളറിന്റെ പ്രിവ്യൂസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് ഇല്ലുസ്ട്രേഷനിൽ ജനറേറ്റ് ചെയ്യാം. ഇതിൽ ജനറേറ്റ് ചെയ്താൽ കൂടുതൽ ലോഗോ ടൈപ്പ് ഡിസൈൻസ് ആണ് കിട്ടുക. ഇനി ഞാൻ അടുത്ത് പോപ്പ് ആർട്ടിൽ ജനറേറ്റ് ചെയ്ത് തരാം. അതിൽ വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇതേപോലത്തുള്ള ഇമേജസ് ആണ് കിട്ടുക. ആൻഡ് ഫൈനലി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് 3D കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മിക്ക ഫീച്ചേഴ്സും ഗാലറി ആപ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഗാലറി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് AI ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് AI ഐക്കൺ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്കെച്ച് ടു ഇമേജ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. ഇനി ഈ ഫോട്ടോൻ്റെ മേലെ നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. നമ്മൾ വരച്ചതിന് ശേഷം അടിയിലുള്ള ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ജനറേഷൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ജനറേറ്റ് ആയി വരും. എന്നാലും നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ജനറേറ്റ് ചെയ്യുന്നതൊക്കെ ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ടോട്ടൽ 4 ജനറേഷൻസ് കിട്ടും. ഇനി നമ്മൾ ഏതെങ്കിലും ഇമേജിൻ്റെ മേലെ ഈ കാണുന്ന AI ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോർട്രേറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഇതേപോലെ സെലക്ഷൻസ് ഉണ്ട്. ആദ്യം തന്നെ കോമിക് ആണ്. അതിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 4 കോമിക് പോർട്രേറ്റ്സ് കിട്ടും. അതിൻ്റെ കൂടെ ജനറേറ്റ് അഗൈൻ്റെ ഓപ്ഷനും ഉണ്ട്. ഇനി ഇതേപോലെ നമ്മൾ 3D കാർട്ടൂൺ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ജനറേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. ഇത് ശരിക്കും നമ്മൾ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് AI അവതാർ ഉണ്ടാക്കണം അതേ ടൈപ്പ് ഇമേജസ് ആണ് കിട്ടുക. നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഓരോന്നിൻ്റെയും നേരെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി വാട്ടർ കളറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ആപ്സിലൊക്കെ വാട്ടർ കളർ കൊടുക്കുമ്പോഴുള്ള അതേ ടൈപ്പ് ഇമേജ് ജനറേഷൻ ആണ് കിട്ടുക. ആൻഡ് ഫൈനലി സ്കെച്ച് ഓപ്ഷനാണ്. ഇതിൽ വെച്ച് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ആരോടും നമ്മുടെ പോർട്രേറ്റ് വരച്ചു തരാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിൽ കറക്റ്റായിട്ട് വരച്ച പോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ക്യാമറയിൽ കാണുന്ന മോഷൻ ഫോട്ടോ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഗാലറി ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഫോട്ടോ ആണെങ്കിലും അടിയിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ ലൈവ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ പാരലാക്സ് എഫക്റ്റ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്യാം. പുതിയ അപ്ഡേറ്റിന് ശേഷം 2 ഒബ്ജക്റ്റുള്ള ഫോട്ടോൻ്റെ മേലെ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഒറ്റ സ്റ്റിക്കർ ആയിട്ടല്ല വരിക. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റിക്കർ ആക്കാം. ഇനി മോഷൻ ഫോട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോയിലത്തെ മേലത്തെ സബ്ജക്റ്റിന് മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ സേവ് ആസ് ജിഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ആ മോഷൻ വീഡിയോ നമുക്ക് ജിഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് മാത്രമല്ല ഈ ഒരു സബ്ജക്റ്റിന് മേലെ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് സ്റ്റിക്കറിന് മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ മോഷൻ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് ആ ഒരു സ്റ്റിക്കറിന് മോഷൻ വീഡിയോയിലത്തെ ആ മൂവ്മെന്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് റൈറ്റ് ടോപ്പ് കോർണറിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ആസ് വാൾപേപ്പർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ഓപ്ഷൻസ് വന്നത് കാണാൻ പറ്റും. ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേന്റെ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് കസ്റ്റം ഇമേജസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടിയിൽ കാണുന്ന കളർ പാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്ലോക്കിന്റെ കളർ ഏത് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഇനി അടുത്ത് കോൾ ബാക്ക്ഗ്രൗണ്ട് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി കോൾ സെറ്റിംഗ്സിൽ പോയി മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. ആൻഡ് ഫൈനലി അലാം ബാക്ക്ഗ്രൗണ്ട് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അലാമിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഗാലറി സെറ്റിംഗ്സിന്റെ ഉള്ളിലുള്ള ഗാലറി ലാപ്സിലാണ് ഉള്ളത്. ഇവിടെ ഞാൻ 2 ഫീച്ചർ കാണിച്ചു തരാം. ആദ്യം തന്നെ സ്ലൈഡ് ഷോ വിത്ത് സെലക്റ്റഡ് ഐറ്റംസും പിന്നെ ഗോ ടു സ്റ്റുഡിയോയും. നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അടിയിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ലൈഡ് ഷോ ആയിട്ട് ഈ ഇമേജസ് കാണാം. അത് മാത്രമല്ല ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും. പിന്നെ കുറച്ച് എഫക്ട്സും കാണാൻ പറ്റും ഓരോ ഫോട്ടോ ഒന്ന് മാറി മാറി വരുമ്പോൾ. നമ്മൾ അതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഇതേപോലെ വീഡിയോയുടെ ടൈം കാണാം. നമുക്കാണെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഫോട്ടോസ് ആയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് കാണാം. അടുത്ത് വേറെ ഒന്നല്ല, നമ്മളിവിടെ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു സ്റ്റുഡിയോന്റെ ഷോർട്ട് കട്ട് ഇവിടെ വന്ന് കാണാം. ഇനി അടുത്തൊരു അടിപൊളി ഫീച്ചറാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോന്റെ മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അത് സൂപ്പർ സ്ലോമോ ആക്കാൻ പറ്റും. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അത് വിടുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും മുകളിൽ ഇതേപോലെ ഡൗൺലോഡിന്റെ ഐക്കൺ കാണാൻ പറ്റും.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോൻ്റെ എവിടെ മുതൽ എവിടെ വരെയാണ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തത് അത് മാത്രമായിട്ട് നമുക്ക് സൂപ്പർ സ്ലോമോ ആക്കാം. ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ മേലെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിയിൽ ഇതേപോലെ ടൈമിംഗ് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ടൈമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇവിടെ നമുക്ക് ആ സ്ലോ മോഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ കാണുന്ന ഈ ഫ്രാക്ഷൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഐക്കൺ സെൻറ്ററിൽ വന്നത് കാണാം. അതിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ലോമോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അത് രണ്ടും വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതുമാത്രമല്ല ഓരോ പാർട്ടിനും ഓരോ സ്ലോ മോഷനും നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. അടുത്തത് വേറൊന്നുമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇതേപോലെ പോപ്പപ്പ് വ്യൂവിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ ആയിട്ട് വരും. ഇവിടെ അടിയിൽ നമുക്ക് ഇതേപോലെ ഓരോ ആപ്സും ഓരോ ടൈൽസ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഏതിൻ്റെങ്കിലും മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആപ്പ് സ്പ്ലിറ്റ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ പോപ്പപ്പ് വീഡിയോയിലുള്ള ആ സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഐക്കൺ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് അല്ലെങ്കിൽ അടിയിലേക്ക് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഏതൊരു പാർട്ടിലേക്ക് വേണമെങ്കിലും സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് വലിച്ചിടാൻ പറ്റും. ഇനി അടുത്ത ഫീച്ചർ സാംസങ് കീബോർഡിലാണ്. നമ്മൾ ഇവിടെ കാണുന്ന AI ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു കമ്പോസർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. റൈറ്റ് സൈഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ, കാഷ്വൽ ആൻഡ് പൊളൈറ്റിലേക്ക് മാറ്റാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ ആൻഡ് കമന്റ്, ഇത് ഏതിലേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇമെയിലാണ് ക്ലിക്ക് ചെയ്യണേ. ഇനി നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യുക. ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ടോപ്പിക്കിന്റെ ഹെഡിങ് മാത്രം ടൈപ്പ് ചെയ്താലും മതി. ഇനി നമ്മൾ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിന് അനുസരിച്ചുള്ള ഇമെയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് അടിയിൽ ഇത് റീഫ്രഷ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ലെങ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡും ഡീറ്റെയിലും അവൈലബിൾ ആണ്. സോ ഇപ്പം ഞാൻ കാണിച്ച പോലെ AI യൂസ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കമ്പോസ് ചെയ്യാം. ജസ്റ്റ് ടോപ്പിക്ക് മാത്രം കൊടുത്താൽ മതി. ഇനി അടുത്ത ഫീച്ചർ PDF-ലാണ്. നമ്മൾ ഇതേപോലെ ഏതെങ്കിലും PDF ഓപ്പൺ ചെയ്യുമ്പോൾ സാംസങ് നോട്ട്സ് സെലക്ട് ചെയ്തിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ മുകളിൽ AI-ൻ്റെ ഒരു ഐക്കൺ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫീച്ചർ ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അതായത് സമ്മറൈസും ട്രാൻസ്ലേറ്റും. നമ്മൾ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. നമുക്ക് ഏതാണ് ടാർഗറ്റ് ലാംഗ്വേജ് വേണ്ടത് അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇതേപോലെ പതുക്കെ ആയിട്ട് അത് കൺവേർട്ട് ആവുന്നത് കാണാൻ പറ്റും. ഇനി അടുത്ത് സമ്മറൈസിൻ്റെ ഫീച്ചറാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അടിയിൽ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ആദ്യം തന്നെ സെലക്ട് ടു ദി എൻഡ് ഓഫ് ദി നെക്സ്റ്റ് പേജ് ആണ്. പിന്നെ സെലക്ട് മാക്സിമം ആണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം പറ്റുന്ന ടെക്സ്റ്റ് ഒക്കെ സെലക്ട് ആവും. ഇനി ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ടുള്ള സമ്മറി നമുക്ക് ഇതേപോലെ ജനറേറ്റ് ചെയ്ത് തരും. ഇത് നമുക്ക് പുതിയ നോട്ടായിട്ട് ആഡ് ചെയ്യാം, കോപ്പി ചെയ്യാം. പിന്നെ അതിലും നമുക്ക് ഇതേപോലെ സ്റ്റാൻഡേർഡും ഡീറ്റെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത ഫീച്ചർ സാംസങ്ങിൻ്റെ നോട്ട്സ് ആപ്പിലാണുള്ളത്. അത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോയിസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും കുറച്ച് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ടീൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാം. ഇനി സമ്മറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വോയിസിൽ പറഞ്ഞ സമ്മറി ഇതേപോലെ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരും. ഇനി ഇവിടെ നമ്മൾ അടിയിൽ നോക്കുകയാണെങ്കിൽ AI-ൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സ്കെച്ച് ടു ഇമേജ് അവൈലബിൾ ആണ്. വേറൊരു അടിപൊളി ഫീച്ചറും കൂടി ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ S Pen വർക്ക് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ പഴയ സാംസങ്ങിൻ്റെ S21 അൾട്രയിൽ ഞാനത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് അലൈൻ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് ഒരു ലൈനിലേക്ക് ആക്കിയിട്ട് മാറ്റി തരും. ഇത് പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമ്മൾ ജസ്റ്റ് എഴുതുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ലൈനിലേക്ക് മാറും. നമ്മൾ ഓരോന്ന് എഴുതിയതിന് ശേഷം അലൈൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത ഫീച്ചർ ഡയലർ ആപ്പിലാണ്. നമ്മൾ ഡയലർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ മുകളിൽ തന്നെ പുതിയ 2 ഫീച്ചർ അവൈലബിൾ ആണ്. ആദ്യം തന്നെ ആൻസർ യൂസിങ് സ്പീക്കർ ആണ്. അതായത് ഫോണിൽ ബ്ലൂടൂത്ത് ഡിവൈസ് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാണ്ട് നമ്മൾ ഇതേപോലെ കോൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് സ്പീക്കർ ഫോണിലായിട്ടാണ് അത് ആൻസർ ആവുക. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ ഗസ്റ്റർ ടു ആൻസർ കോൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് ഉണ്ട്, ടാപ്പ് ഉണ്ട്. നമുക്ക് ഡിഫോൾട്ടായിട്ട് സ്വൈപ്പിലാണ് ഇരിക്കുക. അതായത് കോൾ വരുമ്പോൾ നമുക്ക് ഇതേപോലെ സ്വൈപ്പ് ചെയ്തിട്ട് വേണം കോൾ ആൻസർ ചെയ്യാൻ. ഇനി നമ്മൾ ടാപ്പ് സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ ഇതേപോലെ വല്ല കോൾ വരുന്ന സമയത്ത് സ്വൈപ്പ് ചെയ്യണതിന് പകരം ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കോൾ ആൻസർ ചെയ്യാം. ഇനി അടുത്ത ഫീച്ചർ മൈ ഫയൽസിലാണ്. നമ്മൾ ഈ ഒരു മൈ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡറിന്റെ മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് വേറൊരു ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിന്റെ ഷോർട്ട് കട്ട്സ് നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്ത ഫീച്ചറിനായിട്ട് നമ്മൾ ഫോണിന്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോ ബ്ലോക്കർ കാണാൻ പറ്റും. ഇത് ഓൾറെഡി മുന്നത്തെ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഓട്ടോ ബ്ലോക്കറിൻ്റെ ഉള്ളിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് മാക്സിമം റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആപ്പ് പ്രൊട്ടക്ഷൻ, ഡിവൈസ് അഡ്മിൻ ആപ്പിനെ ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക് അറ്റാച്ച്മെന്റ്സ് ഡൗൺലോഡ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിക്ചേഴ്സ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഡാറ്റ റിമൂവ് ചെയ്യും. അങ്ങനെ കുറേ അധികം പ്രൈവസി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ടേൺ ഓൺ ചെയ്തിടുക. അതാകുമ്പോൾ നമ്മുടെ ഫോൺ പെട്ടെന്ന് ആർക്കും ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി അടുത്ത ചേഞ്ച് സാംസങ്ങിൻ്റെ ഈ ഒരു ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞുള്ള ആപ്പിലാണ്. നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള മെനു എടുത്തു കഴിഞ്ഞാൽ ലിസണിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നത് കാണാൻ പറ്റും. ഇതെടുത്തു കഴിഞ്ഞാൽ കോൺവെർസേഷൻ പോലെയല്ല, 2 പേരുടെയും സൗണ്ട് എടുക്കുന്നതിന് പകരം നമുക്ക് ഒരാൾ പറയുന്നത് മാത്രമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. ഇവിടെ അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ആയി കിട്ടണ്ടേ അത് ഇവിടെ സെലക്ട് ചെയ്യാം.
ഇതിനുശേഷം നമ്മൾ അടിയിൽ കാണുന്ന മൈക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിഫേർഡ് ലാംഗ്വേജിൽ ഇതേപോലെ ട്രാൻസ്ലേറ്റഡ് ആയി കിട്ടും. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ ഒരു അപ്ഡേറ്റിൽ ക്യാമറയിൽ വലിയൊരു ബഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാംസങ് ഈ ഒരു അപ്ഡേറ്റ് തിരിച്ച് വിളിച്ചിട്ട് അതൊക്കെ ഫിക്സ് ചെയ്ത് റിലീസ് ചെയ്യാൻ പോവാണ്. സോ അതുവരെ ആരും ഈ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. ബഗ് വേറെ ഒന്നല്ല, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ സൂം ലെവൽസിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അതായത് 14x മുതൽ 20x വരെയാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഓരോ സൂം ലെവൽസിലും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി എടുത്ത ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. 14xും 15xനും പ്രശ്നമില്ല. പക്ഷേ ഇതേപോലെ 16x മുതൽ 20xൻ്റെ ഇടയിലുള്ള എല്ലാ സൂമിനും ഇതേപോലെ ഫോട്ടോ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരികയാണ്. പക്ഷേ ഈ ഒരു ബഗ് കിട്ടിയവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിയാക്കാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നുള്ളത് ഞാൻ നാളെ യൂട്യൂബ് ഷോർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സെയിം വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക.